തിയേറ്ററിൽ എൻ്റർ ചെയ്യുന്നതിന് ഓക്കെ ഒരു ഓപ്പറേഷൻ പോളിസി ടു എൻ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ചില പോളിസികളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ പോളിസി എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കാം ആ പോളിസീസ്? എന്തിനു വേണ്ടിയാണ് ഈ പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്? അതായത് ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എല്ലാവർക്കും എൻ്റർ ചെയ്യാൻ പറ്റും ഓപ്പറേറ്റിംഗ് റൂമിലേക്ക്? ഇല്ല, ചില പെർട്ടിക്കുലർ ആളുകൾക്ക് മാത്രമാണ് ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പെർമിഷൻ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് റൂമിനുള്ളിൽ എൻ്റർ ചെയ്യുന്നതിന് ചില പോളിസീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത്തരം പോളിസീസ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം? പേഷ്യന്റിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പേഷ്യന്റ് എങ്ങനെയായിരിക്കണം? സേഫ് ആയിരിക്കണം. മറ്റുള്ളവർ അകത്ത് കയറി എന്താണ് ഇൻഫെക്ഷൻസ് വരാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെന്താണ്? ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനും വേണ്ടിയാണ്. ആ പ്രൊസീജിയേഴ്സ് എല്ലാം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം? സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓപ്പറേഷൻ റൂമിലേക്ക് ചില പോളിസീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓപ്പറേറ്റിംഗ് റൂമിനുള്ളിൽ എൻ്റർ ചെയ്യുന്നതിന് ചില പോളിസീസ് ഉണ്ട്. എന്തിനാണ് ആ പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്? ഫസ്റ്റ്ലി എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം? പിന്നെന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജെം ഫ്രീ എൻവയോൺമെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ, സ്റ്റെർലി എൻവയോൺമെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ആ എൻവയോൺമെന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം പോളിസീസ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനും കൂടി വേണ്ടിയാണ് ഇത്തരം പോളിസീസ്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെന്താണ്? ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫ്, സർജൻസ് എല്ലാവരും ഈ പോളിസീസും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പാലിച്ചിരിക്കണം. ഓക്കെ, ഒരാൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നുമില്ല, എല്ലാവരും എങ്ങനെയാണ് ഈക്വലി ആ എല്ലാ പോളിസീസും ഫോളോ ചെയ്യണം. ഓക്കെ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കുന്ന എല്ലാവരും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താനും ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും റെസ്പോൺസിബിൾ ആണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പൊ ഇനി ആർക്കൊക്കെയാണ് ആ റൂമിൽ എൻ്റർ ചെയ്യാനായിട്ട് പെർമിഷൻ ഉള്ളത്? ഓതറൈസ്ഡ് പേഴ്സൺസ്, അതായത് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആ റൂമിൽ പ്രവേശിക്കാം. സർജൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് നേഴ്സസ്, പിന്നാരാ അനസ്തെറ്റിസ്റ്റ് അല്ല അനസ്തീഷ്യ നൽകുന്ന ഡോക്ടർ, പിന്നാരാ സർജിക്കൽ ടെക്നോളജിസ്റ്റ് ഉണ്ട്, റേഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ കാർഡിയോഗ്രാഫേഴ്സ് ഒക്കെ ഇല്ലേ, മെഡിക്കൽ ഇമേജിംഗ് എടുക്കുന്ന അത്തരം ടെക്നോളജിസ്റ്റിനൊക്കെ ഈ റൂമിൽ പെർമിഷൻ ഉണ്ട്, കയറാനായിട്ട് പെർമിഷൻ ഉണ്ട്. ഇതുവരെ കൂടാതെ പുറത്തു നിന്നുള്ള ആർക്കെങ്കിലും എൻ്റർ ചെയ്യണമെങ്കിൽ സൂപ്പർവൈസറിന്റെയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ എന്താണ് പ്രിയർ അപ്രൂവൽ, മുൻകൂട്ടി അനുവാദം നേടിയിരിക്കണം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞവരെ അല്ലാതെ വേറെ ആർക്കെങ്കിലും, ഇപ്പോ സ്റ്റുഡൻസ് ഉണ്ടാവാം, റിസർച്ച് ചെയ്യുന്നവരുണ്ടാവാം, ഇവർക്കൊക്കെ ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർവൈസറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അതോറിറ്റിയിൽ നിന്നോ പെർമിഷൻ, മുൻകൂർ അനുമതി നേടിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് PDF നോക്കാം എന്താണ് അതിൽ പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ഓപ്പറേറ്റിംഗ് റൂം പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. ഓക്കെ, നമ്മൾ ആ റൂമിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ എയിം എന്താണെന്ന് പറയണം. നമ്മുടെ ID കാർഡ് ഷോ ചെയ്യണം, ID കാർഡും കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സർജൻസ്, നേഴ്സസ് അല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ സൂപ്പർവൈസറിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ അനുമതി നൽകേണ്ടത് ആ ഉദ്യോഗസ്ഥനിൽ നിന്നും മുൻകൂർ അനുമതി നേടിയതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? ആർട്ടിഫിഷ്യൽ നെയിൽസ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് chipped nail polish protect more microorganisms than hands and can possibly taint the sterile area, so avoid it. ഓക്കെ, അപ്പൊ എന്താ ഇത്തരം നഖങ്ങൾ വളർത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ പോളിഷ് ചെയ്യുന്നത് കൊണ്ട്, നെയിൽ പോളിഷ് അടിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ആകുന്നത്? അപ്പൊ ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കുന്ന എൻ്റർ ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം?
അവരുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ജെംസ് ഇത്തരം നെയിലിലോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡേഴ്സിലോ അല്ലെങ്കിൽ എന്താണ് ഈ ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടല്ലോ, നെയിൽ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1-2 ദിവസം കഴിയുമ്പോൾ അത് ഇളകിപ്പോകും, അങ്ങനെ ചിപ്ഡ് ആയിട്ടിരിക്കും അല്ലെ. അത്തരം നെയിൽ പോളിഷിന്റെ അടിയിൽ ധാരാളം ജെംസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ജെംസുകൾ ഇത്തരം നഖത്തിന്റെ അടിയിലും നെയിൽ പോളിഷിന്റെ അടിയിലും ഉണ്ടാകും. അപ്പൊ അതെങ്ങനെയാണ്, നമ്മൾ ഈ ജെം ഫ്രീ ആയിട്ടുള്ള എൻവിയോൺമെന്റിനെ അത് ഹാംഫുള്ളി കണ്ടാമിനേറ്റ് ചെയ്യും അല്ലെ, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോ ഇത്തരത്തിലുള്ള ഹാൻഡ് ഉള്ളവർ, ഈ ലോങ് എക്സ്റ്റൻഷൻ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒക്കെ വെച്ചവര് അത്തരം റൂമിൽ കയറിയാൽ എന്താണ്, അവിടെ കണ്ടാമിനേറ്റ് ആകുകയും അതിലൂടെ പേഷ്യന്റിന് അസുഖങ്ങൾ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുകയും അവരുടെ ഹെൽത്ത് കണ്ടീഷനെ ബാഡ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആർട്ടിഫിഷ്യൽ നെയിൽസ് യൂസ് ചെയ്യാൻ പാടില്ല, എക്സ്റ്റെൻഡേഴ്സ് നീട്ടി വളർത്തുന്നത് അത് പാടില്ല, പിന്നെന്താണ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. അപ്പൊ ഇത്തരം പോളിസീസ്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമിനകത്തേക്ക് സ്റ്റാഫുകൾ എൻ്റർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ, റിമൂവ് ഓൾ ജ്വല്ലറീസ്. റിമൂവ് ഓൾ ജ്വല്ലറീസ്. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് റൂമിൽ എന്താണ്, ഒരു സ്റ്റാഫുകളും ജ്വല്ലറീസ് വെയർ ചെയ്യാൻ പാടില്ല. എല്ലാം ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയായിരിക്കാം റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്? നമ്മള് പോളിഷ്ഡ് പറഞ്ഞില്ല, നെയിൽ പോളിഷിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, അതുമല്ലെങ്കിൽ എന്താണ് ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആ ഏരിയ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ ജ്വല്ലറീസ് എല്ലാം റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എസ്പെഷ്യലി എന്താണ് റിങ്സ്, ബാംഗിൾസ്, ചെയിൻ പോലുള്ള ലേഡീസ് ഒക്കെ ഇത്തരം ഓർണമെന്റ്സ് വെയർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം ഇത് ഓർണമെന്റ്സ് വെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രോപ്പർ ആയിട്ട്, എത്ര പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്താലും ഈ ബാംഗിൾസിലോ റിങ്സിനോ ഉള്ളിലുള്ള ബാക്ടീരിയാസിനെ, ജെംസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഹാൻഡ് വാഷ് നല്ല പ്രോപ്പർ ആയിട്ട് ചെയ്താലും ഇത്തരം ഓർണമെന്റ്സ് അല്ലെങ്കിൽ ഇത്തരം റിങ്സിന്റെ ഒക്കെ ഉള്ളിലിരിക്കുന്ന ജെംസുകൾ, ഡേർട്ടുകളൊക്കെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇതുമൂലം ഇത് ധരിച്ചിട്ട് അകത്ത് കയറുന്ന ആളുകളിൽ നിന്നും, ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നും അസുഖങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയാസ് സ്പ്രെഡ് ആകാനും അത് പേഷ്യൻസിനെ ബാധിക്കാനും കാരണമാകുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് റീസൺ ഇതുകൊണ്ടാണ് നമ്മൾ ഓർണമെന്റ്സ് റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പിന്നെ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഈ ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യണം അല്ലെ, ഹെൽത്ത് കെയർ സ്റ്റാഫ്സ് ഗ്ലൗസ് വെയർ ചെയ്യണം. അത് ഈസിലി വെയർ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഈസിലി വെയർ ചെയ്യാൻ ഇത്തരം ഓർണമെന്റ്സ് ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ, അതിൽ കൊളുത്തി വലിക്കാനോ അല്ലെങ്കിൽ ഗ്ലൗസ് കീറിപ്പോകാനോ ചാൻസസ് ഉണ്ട്. അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് ഈ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറയാം? പിന്നെ എന്തായിരിക്കാം കാരണം? സപ്പോസ് ഇപ്പൊ നിങ്ങൾ വെയർ ചെയ്യുന്നത് മെറ്റൽ ജ്വല്ലറീസ് ആണെങ്കിൽ, ഓക്കെ, മെറ്റലിന്റെ ലോഹം കൊണ്ടുള്ള ജ്വല്ലറീസ് ആണെങ്കിൽ എന്താ പ്രോബ്ലം? അത്തരം മെറ്റൽസ് എന്താണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫ് ഇത്തരം ഇലക്ട്രിക്കൽ മെഷീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബേൺസോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോ ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടത് ഡെയിലി ഈ ഹെൽത്ത് കെയർ സ്റ്റാഫ്, ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെയും നെയിൽസ് ആയിക്കോട്ടെ, എക്സ്റ്റൻഷൻസ് ആയിക്കോട്ടെ, എല്ലാം പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഡെയിലി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സൂപ്പർവൈസേഴ്സിന്റെയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ മാനേജേഴ്സിന്റെയോ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്തരം ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, ഇത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഷോർട്ട് നെയിൽ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യണം, ഡെയിലി മോണിറ്റർ ചെയ്യേണ്ടത് സൂപ്പർവൈസേഴ്സിന്റെയും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം മാനേജേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഏതൊക്കെയായിരുന്നു 3 റീസൺസ് നമ്മൾ പഠിച്ചത്? ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺസ് ഏതൊക്കെയാ? ഫസ്റ്റ് ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? നമ്മൾ ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് റീസൺ എന്താണ്?
നമ്മൾ എത്ര പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്താലും ചിലപ്പോൾ നമ്മുടെ ഈ റിങ്സിന്റെയോ ബാംഗിൾസിന്റെയോ ഉള്ളിലിരിക്കുന്ന ഈ ജെംസ് അല്ലെങ്കിൽ ഡേർട്ട് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയുകയില്ല. ഓക്കെ, അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് അതിലൂടെ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആകാതെയും എന്താണ് പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഓർണമെന്റ്സ് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് റീസൺ എന്തായിരുന്നു? നമ്മൾ ഈ ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് അല്ലെ, ഇതിൽ തട്ടി അല്ലെങ്കിൽ ഇതിൽ കൊണ്ടിട്ട് കീറാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഓർണമെന്റ്സ് റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെന്താ തേർഡ് റീസൺ എന്തായിരുന്നു? നിങ്ങൾ വെയർ ചെയ്യുന്നത് മെറ്റൽ ഓർണമെന്റ്സ് ആണെങ്കിൽ അതിലൂടെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയും. ഈ മെറ്റൽ ഓർണമെന്റ്സിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയും, ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്തരം ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിന് അതുമൂലം എന്താണ് ഇഞ്ചുറീസോ ബേൺസോ ഒക്കെ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ ഈ 3 റീസൺസ് കാരണമാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. Then put on surgical clothes, top and bottom. Surgical clothes must be worn only in the surgical area. നമ്മൾ സർജിക്കൽ ക്ലോത്ത്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എവിടെയായിരിക്കണം? നമ്മൾ ആ സർജിക്കൽ ഏരിയയിലാണെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മൾ ഈ സർജിക്കൽ ക്ലോത്ത്സ് വെയർ ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് കൂടി നോക്കിക്കോളൂ. കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി. ഓൾസോ ടു കവർ ഹെഡ് ക്യാപ്സ് ആർ യൂസ്ഡ്. സർജിക്കൽ മാസ്ക് ഓൾസോ ആസ് പെർ പോളിസീസ്. അപ്പൊ സർജിക്കൽ ക്ലോത്ത്സ് ആയിക്കോട്ടെ, ക്യാപ്പ് ഹെഡില് ക്യാപ്പ് നമ്മൾ വെയർ ചെയ്യണം. പിന്നെ എന്താണ്? സർജിക്കൽ മാസ്ക്. അപ്പൊ ഇതുപോലുള്ള സർജിക്കൽ ക്ലോത്ത്സ് നമ്മൾ വെയർ ചെയ്യേണ്ടതാണ്. എന്തിനു വേണ്ടിയാണ്? എഗെയിൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരം പ്രിക്കോഷൻസ് എടുക്കുന്നത്? എന്തിനു വേണ്ടിയാ? പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അല്ലെ, അല്ലെങ്കിൽ ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്ലോത്ത്സുകൾ നമ്മൾ വെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് എന്ന്. ഫസ്റ്റ് എന്താണ്? സർജിക്കൽ ക്ലോത്ത്സ് അല്ലെ, സർജിക്കൽ ക്ലോത്ത് അല്ലെങ്കിൽ സർജിക്കൽ അറ്റയർ അല്ലെങ്കിൽ സ്ക്രബ്സ്. ഓക്കെ, സർജിക്കൽ അറ്റയർ എന്ന് പറയും, അല്ലെങ്കിൽ സർജിക്കൽ ക്ലോത്ത്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്രബ്സ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഓപ്പറേറ്റിംഗ് റൂമിലെ ആ സ്റ്റെറിലി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പേഷ്യന്റിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാനുമാണ് നമ്മൾ ഇത്തരം എല്ലാ സ്റ്റാഫുകളും ഇത്തരം ക്ലോത്ത്സ് വെയർ ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇൻഫെക്ഷന്റെ റിസ്ക് മിനിമൈസ് ചെയ്യാനുള്ള ഒരു ബാരിയേഴ്സ് ആയിട്ടാണ് ഇത്തരം സർജിക്കൽ അറ്റയർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇൻഫെക്ഷന്റെ ആ റിസ്ക് മിനിമൈസ് ചെയ്യാനുള്ള ബാരിയേഴ്സ് ആയിട്ടാണ് ഇത്തരം സർജിക്കൽ ക്ലോത്ത്സ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കാം, സ്ക്രബ് സ്യൂട്ട്സ്. ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സർജൻസ് അവർ വെയർ ചെയ്യുന്ന ഡ്രസ് കോഡ് എന്താ? നമുക്കറിയാം, ടോപ്സ് ആൻഡ് പാൻസ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ വെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് സ്ക്രബ് സ്യൂട്ട്സ് എന്ന് പറയുന്നത്. ടോപ്സ് ആൻഡ് പാന്റിനെയാണ് സ്ക്രബ് സ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയുള്ള മെറ്റീരിയൽ ആയിരിക്കണം? ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ബ്രീത്തബിൾ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സ്യൂട്ട്സ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ ബ്രീത്തബിൾ മെറ്റീരിയലും ആയിരിക്കണം. അതിനു മുകളിലാണ് എല്ലാ സർജൻസും എന്ത് വെയർ ചെയ്യുന്നത്? സർജിക്കൽ ഗൗൺസ് വെയർ ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ക്രബ് സ്യൂട്ട്സിന് മുകളിലാണ് സർജിക്കൽ ഗൗൺസ് വെയർ ചെയ്യുന്നത്. ഓക്കെ, ആ ഗൗൺസും എന്താ പ്രത്യേകത? ഗൗൺസിന്റെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർജിക്കൽ ഗൗൺസ് ഉണ്ട്. അതായത് ഡിസ്പോസിബിൾ ഗൗൺസും ഉണ്ട്, റീയൂസബിൾ ഗൗൺസും ഉണ്ട്. അതായത് ഉപയോഗത്തിന് ശേഷം നമുക്കത് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഗൗൺസും ഉണ്ട്. പിന്നെന്താണ്? നമുക്കത് ഉപയോഗത്തിന് ശേഷം വീണ്ടും അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും അത് റീയൂസ് ചെയ്യാം. ഓക്കെ, അത്തരത്തിലുള്ള ഗൗൺസും ഉണ്ട്. ഇനി ഈ ഗൗൺസ് മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത്തരം ഗൗൺസുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്താ ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? അതായത് ഓപ്പറേറ്റിംഗ് റൂമിൽ നമുക്കറിയാം, സർജറി ടൈമിൽ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സ്പ്ലാഷ് ആവാനായിട്ട്, തെറിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അത്തരം റിസ്കിൽ നിന്നും ഇത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫിനെയോ സർജൻസിനെയോ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം
ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് കൊണ്ടുള്ള സർജിക്കൽ ഗൗൺസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സർജിക്കൽ ഗൗൺസിലാണ് ഇത്തരം ബോഡി ഫ്ലൂയിഡോ ബ്ലഡോ ഒക്കെ സ്പ്ലാഷ് ആകുന്നതെങ്കിൽ അത് അകത്തേക്ക് അബ്സോർബ് ചെയ്യാതെ എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? സ്ക്രബ് സ്യൂട്ട്സ് ആൻഡ് സർജിക്കൽ ഗൗൺസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ. നെക്സ്റ്റ് പിന്നെ ഏതാ ഹോസ്പിറ്റൽസിൽ സ്റ്റാഫുകൾ വെയർ ചെയ്യുന്ന നെക്സ്റ്റ് ക്ലോത്ത്സ് ഏതാ? പിന്നെന്താണ് അവർ എന്ത് എക്യുപ്മെന്റ്സാ പിന്നെ വെയർ ചെയ്യുന്നത്? ഇപ്പോ സർജിക്കൽ സ്യൂട്ട്സ് പറഞ്ഞു, സ്ക്രബ് സ്യൂട്ട് പറഞ്ഞു, സർജിക്കൽ ഗൗൺസ് പറഞ്ഞു. നെക്സ്റ്റ് ഫേസ് ഷീൽഡ്. ഓക്കെ, ഈ ഐനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഫേസ് ഷീൽഡോ അല്ലെങ്കിൽ ഗോഗിൾസോ വെയർ ചെയ്യണം, കണ്ണടകളോ വെയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സർജറി ടൈമിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ നമുക്ക് മുഖത്തേക്ക് സ്പ്ലാഷ് ചെയ്തേക്കാം അല്ലെങ്കിൽ തെറിച്ചേക്കാം. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നിന്നും നമ്മുടെ ഐനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഗോഗിൾസോ അല്ലെങ്കിൽ ഫേസ് ഷീൽഡോ വെയർ ചെയ്യണം. ക്ലിയർ ആണോ? പിന്നെ അവിടെയുള്ള ആ സ്റ്റാഫുകൾ എങ്ങനെയാണ്? ഷൂ എന്താണ് കവർ ചെയ്തിരിക്കണം, അതും ഡിസ്പോസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വെയർ ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് മാത്രം യൂസ് ചെയ്യുന്ന ഫുഡ് വെയർസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും എങ്ങനെയാണ് കവർ, ഷൂസ് എന്താണ് കവർ ചെയ്തിരിക്കണം. പിന്നെന്താ യൂസ് ചെയ്യുന്നത്? മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫും മാസ്ക് വെയർ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ മാസ്ക് വെയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ മാസ്ക് നമ്മൾ വെയർ ചെയ്യുന്നത്? അതായത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്, നമ്മൾ ശ്വസിക്കുമ്പോൾ എന്തെങ്കിലും ഡ്രോപ്ലെറ്റ്സ് ആ ജെം ഫ്രീ എൻവയോൺമെന്റിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സ്പ്രെഡ് ആയാൽ എന്താ പ്രോബ്ലം? അത് പേഷ്യന്റിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യും, പേഷ്യന്റിലേക്കും അത്തരം ജെംസ് സ്പ്രെഡ് ആകും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മാസ്ക് വെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹാംഫുൾ പാർട്ടിക്കിൾസ് ഉണ്ടാവും അവിടെ ആ ഓപ്പറേറ്റിംഗ് ടൈമിൽ, ആ ഓപ്പറേറ്റിംഗ് റൂമിൽ, ആ സർജറി ടൈമിൽ എന്താണ് ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ അത് ഇൻഹേൽ ചെയ്യുന്നത് തടയാൻ വേണ്ടിയും ഈ സർജൻസ് ആയിക്കോട്ടെ ഹെൽത്ത് കെയർ സ്റ്റാഫ് ആയിക്കോട്ടെ ഇത്തരം മാസ്കുകൾ വെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ മാസ്കിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ആ ജെം ഫ്രീ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാസ്ക് വെയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? പിന്നെ നമുക്കറിയാം എങ്ങനെയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക് ഉണ്ട്. സർജിക്കൽ മാസ്ക് ഉണ്ട്, പിന്നെ ഏതാ നമ്മൾ കൊറോണ ടൈമിലേക്ക് യൂസ് ചെയ്തായിരുന്നു അല്ലെ? ഏതൊക്കെ മാസ്ക് ഉണ്ട്? സർജിക്കൽ മാസ്ക് ഉണ്ട്, പിന്നെ ഏതാ? N95. N95 റെസ്പിറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? ഏത് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ? രണ്ട് മാസ്കും ഓക്കെ, എല്ലാ മാസ്കുകളും ഒരേ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആണോ നൽകുന്നത്? ഇറ്റ്സ് ഡിഫറെന്റ് അല്ലെ? ഡിഫറെന്റ് ആണ്. നമ്മൾ ഏത് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മാസ്ക് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സർജിക്കൽ മാസ്ക് ഉണ്ട്, N95 റെസ്പിറേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഡിഫറെന്റ് ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് ഏത് ലെവലിലുള്ള പ്രൊട്ടക്ഷൻ ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മാസ്ക് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഹെഡ് കവർ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? ഹെഡ് എന്താണ് കവർ ചെയ്യണം എന്ന് പറഞ്ഞു? അതായത് ഹെയർ ക്യാപ്സ് വെയർ ചെയ്യണം, ഹെയർ ക്യാപ്സ് വെയർ ചെയ്യണം. അപ്പോ ഈ ഹെയർ ക്യാപ്സ് എന്തിനാ വെയർ ചെയ്യുന്നത്? നമ്മുടെ തലയിൽ നിന്നും ഹെയറോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ ഈ ജെം ഫ്രീ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, മലിനപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്, അസുഖങ്ങൾ ജെംസ് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹെഡ് കവർ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അതിനും എങ്ങനെയാണ്? ഡിസ്പോസിബിൾ ആയിട്ടുള്ള ക്യാപ്സുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് കൊണ്ടുള്ള ക്യാപ്പുകളും അവൈലബിൾ ആണ്. വൺ ടൈം യൂസ് ചെയ്യാവുന്ന ക്യാപ്പുകളും അവൈലബിൾ ആണ്. വീണ്ടും നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്യാപ്പുകളും എങ്ങനെയാണ് അവൈലബിൾ ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലോത്ത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. സർജിക്കൽ ക്ലോത്ത്സ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? പെർഫോം എ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ആസ് പെർ ഏജൻസി പോളിസി. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈയിങ് സ്റ്റെറൈൽ ഗ്ലൗസ്. ഓക്കെ, സ്റ്റെറൈൽ ഗ്ലൗസ് അണുവിമുക്തമായ ഗ്ലൗസ് നമ്മൾ വിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹാൻഡ് സ്ക്രബ് എന്ന് പറയുന്നത്.
അതായത് സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് ഹാൻഡിലെയും നമ്മുടെ ഫോർആംസിലേക്ക് എന്താണ് ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഹാൻഡ് സ്ക്രബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹാൻഡ് സ്ക്രബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് കൈ നല്ലപോലെ വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ്, ആ പ്രൊസീജിയേഴ്സിനെയാണ് ഹാൻഡ് സ്ക്രബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ പ്രൊസീജിയേഴ്സ്? ആ പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ചില സ്റ്റെപ്പുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യണം. നമ്മുടെ കൈ ചെക്ക് ചെയ്യണം. എന്തെന്ന് ചെക്ക് ചെയ്യണം? നെയിൽ ഉണ്ടോ, നെയിൽ എക്സ്റ്റൻഷൻസ് ഉണ്ടോ, നെയിൽ പോളിഷ് ഉണ്ടോ, നഖം എങ്ങനെയാണ്, നെയിൽ എങ്ങനെയാണ്, ഷോർട്ട് ആണോ, ഓക്കെ, എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഡേർട്ട് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഫ്രീ ഓഫ് പോളിഷ് ആണോ, നെയിൽ പോളിഷിൽ നിന്നും ഫ്രീ ആണോ, നെയിൽ പോളിഷ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. പിന്നെ നമ്മുടെ ഹാൻഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? വോം വാട്ടർ യൂസ് ചെയ്ത്, വോം ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്ത് 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ഹാൻഡ് ക്ലീൻ ചെയ്യണം. 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഹാൻഡ് ക്ലീൻ ചെയ്യണം. ഓക്കെ, അതിനുശേഷമാണ് ഈ ഹാൻഡ് സ്ക്രബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം, പിന്നെ ഹാൻഡ് ചെക്ക് ചെയ്യണം, പിന്നെന്താണ്? വോം വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്ക്രബിംഗ് മെത്തേഡ്. നമുക്ക് 2 ടൈപ്സ് ഓഫ് സ്ക്രബിംഗ് മെത്തേഡ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ? പ്രോപ്പർ ആയിട്ട് ഈ നെയില് മുതൽ, ഈ നെയിലിന്റെ അറ്റം മുതൽ എന്താണ് നമ്മുടെ അപ് ടു എൽബോ വരെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ഓരോ പെർട്ടിക്കുലർ ഏരിയാസും പ്രോപ്പർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യണം. ഇതാണ് സ്ക്രബിംഗ് മെത്തേഡിൽ പറയുന്നത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് സ്ക്രബിംഗ് മെത്തേഡ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ഒരാൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ് ആണ്. ഓക്കെ, STROKE, ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈംഡ് മെത്തേഡ് ആണ്. ഓക്കെ, ടൈംഡ് മെത്തേഡ് ആണ്. ബ്രഷ് സ്ട്രോക്ക് മെത്തേഡും ടൈംഡ് മെത്തേഡും. ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? നമ്മൾ ആ പെർട്ടിക്കുലർ ഏരിയ പ്രോപ്പർ ആയിട്ട് എന്താണ് ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം. ഓക്കെ, ഈച്ച് സൈഡ് ഓഫ് ഈച്ച് ഫിംഗേഴ്സിന്റെ എല്ലാ വശങ്ങളും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ബിറ്റ്വീൻ ഫിംഗേഴ്സിന്റെ ബിറ്റ്വീൻ ഇടയിൽ ക്ലീൻ ചെയ്യണം. പിന്നെ എവിടെയാണ്? അണ്ടർ ഈച്ച് നെയിലിന്റെ അടിയിൽ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, ബാക്ക് ആൻഡ് ഫ്രണ്ട് ഓഫ് ഹാൻഡ്സിന്റെ പുറകിലും ഫ്രണ്ടിലും എന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. എത്ര ടൈം? ഫോർ ദ റെക്കമെൻഡഡ് ടൈം. അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആ ടൈം വരെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യണം. ക്ലിയർ ആണോ? വാഷ് ചെയ്തതിന് ശേഷം ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? കൈ ഡ്രൈ ചെയ്തതിനും അതിനുശേഷമാണ് നമ്മൾ ഇത്തരം സ്റ്റെറൈൽ ഗ്ലൗസുകൾ വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് വേണ്ട പ്രൊസീജിയേഴ്സ് ആണ്. അതിനു മുൻപ് നമ്മൾ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സിനെയാണ് ഹാൻഡ് സ്ക്രബ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. ഹാൻഡ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഡേർട്ട്, വിസിബിൾ ആയിട്ടുള്ള ഡേർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ കയ്യിൽ എന്താണ് ലോങ് നെയിൽസ് ഉണ്ടോ, പോളിഷ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെന്താണ്? കണ്ടിന്യൂസ് 1 മിനിറ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വെറ്റ് ചെയ്യണം, നനയ്ക്കണം. ഓക്കെ, അതിനുശേഷം എന്താണ്? എനിക്ക് സ്ക്രബ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ 2 ടൈപ്സ് ഓഫ് സ്ക്രബ് ഉണ്ട്. ടൈംഡ് മെത്തേഡും ഉണ്ട്, പിന്നെ ഏതാണ്? ബ്രഷ് സ്ട്രോക്ക് മെത്തേഡും ഉണ്ട്. രണ്ടിലും പറയുന്നത് എന്താ? നമ്മൾ പ്രോപ്പർ ആയിട്ട് കൈ നല്ലപോലെ വാഷ് ചെയ്യണം. ഓരോ പെർട്ടിക്കുലർ ഏരിയാസും കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം കൈ എന്താണ്? ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഗ്ലൗസ്, സ്റ്റെറൈൽ ഗ്ലൗസ് എന്താണ് വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഏതാ? Asepsis denotes absence of disease-causing microorganisms.
അതായത് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെ, ആബ്സെൻസിനെ സൂചിപ്പിക്കുന്നതാണ് അസ്പെസിസ് എന്ന് പറയുന്നത്. എസ്പെസിസ്. ഓക്കെ, എസ്പെസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോ ഓർഗാനിസംസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ അഭാവത്തെയാണ് നമ്മൾ എസ്പെസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അസെപ്റ്റിക് ടെക്നിക്സ്. ഓക്കെ, അസെപ്റ്റിക് ടെക്നിക്സ് is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. എന്താ പറയുന്നത്? എന്താ അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം? ഈ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും ഓപ്പറേറ്റിംഗ് റൂമിനെയും പേഷ്യൻസിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഓക്കെ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫ് ധാരാളം മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡിനെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓപ്പറേറ്റിംഗ് റൂമിനെ എന്താണ് ഈ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും പിന്നെന്താണ് അത്തരം സിറ്റുവേഷൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഓക്കെ ആ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ ഹെൽത്ത് കെയർ സ്റ്റാഫ്സ് ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, ചില മെത്തേഡ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെയാണ് അവർ ഫോളോ ചെയ്യുന്ന ആ മെത്തേഡുകളെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാ? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറെ കാര്യങ്ങൾ. പിന്നെന്താണ്? ആ ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ? പിന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി വരുത്താനായിട്ടും പലതരം കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സിനെയും എന്താ പറയുന്നത്? അസെപ്റ്റിക് ടെക്നിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്നത്? എൽസ പറയാവോ? എന്തൊക്കെ കാര്യങ്ങളാ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഫോളോ ചെയ്യുന്നത്? കുറെ എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു അതില്? എന്തൊക്കെ കാര്യങ്ങൾ? നമ്മൾ സ്പിൽ പ്രൂഫ് ആയിട്ടുള്ള ഇത് വെയർ ചെയ്യണം, ഡ്രസ്സ് വെയർ ചെയ്യണം. ഡ്രസ്സ് നമ്മൾ അതിന് എൻ്റർ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം? അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസി അനുസരിച്ചുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യണം. ഓക്കെ, എന്തിനു വേണ്ടിയാ വെയർ ചെയ്യുന്നത്? അത് നമ്മുടെ ബ്ലഡ് അതുപോലത്തെ ഫ്ലൂയിഡ്സും എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ദേഹത്തോട്ട് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളത്. പിന്നെ എന്ത് കാര്യം ചെയ്യുന്നത്? പിന്നെ ഏത് മെത്തേഡാ ചെയ്യുന്നത്? ഹാൻഡ് ഹൈജീൻ മസ്റ്റ് ആണ്. ഹാൻഡ് ഹൈജീൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. 1 മിനിറ്റോളം നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ സ്റ്റെറൈൽ ആയിട്ടുള്ള ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള എന്താണ് എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇത്തരം ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് റൂമുകൾ എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. പിന്നെ ആ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. തുടങ്ങി കുറെ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത്തരം അവർ ഫോളോ ചെയ്യുന്ന എല്ലാ മെത്തേഡുകളെയും പറയുന്നതാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന്. ക്ലിയർ ആണോ? അപ്പൊ സർജറി ടൈമില് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂമില് എന്താണ് അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, അവർ വെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് പോളിസിയിൽ പറയുന്ന രീതിയിലുള്ള എങ്ങനെയാണ് ക്ലോത്ത്സ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. കവേഴ്സ്, ഷൂ കവർ ചെയ്യണം അല്ലെ? ഹെഡ് എങ്ങനെയാണ്? ഹെഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഹെയർ എന്താണ് കവർ ചെയ്യണം, ക്യാപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ഫേസ് ഷീൽഡ് വെയർ ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇഞ്ചക്ഷൻ എടുക്കുന്ന ടൈമിൽ എന്താണ് അവർ സ്കിൻ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യില്ലേ? എന്തിനാ ക്ലീൻ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വെറ്റിന്റെ കണ്ടന്റ് ഇല്ലാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഏരിയയിൽ നിന്നും എന്താണ് ബാക്ടീരിയാസിനെ, ജെംസിനെ ഇത്തരം സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ അവർ ഫോളോ ചെയ്യുന്ന എല്ലാ മെത്തേഡുകളെയും അസെപ്റ്റിക് ടെക്നിക്സ് എന്നാണ് പറയുന്നത്. അസെപ്റ്റിക് ടെക്നിക്സ്
ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോളിസിയിൽ, ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യുന്നതിന് വേണ്ട പോളിസികൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്? ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചില പോളിസീസ് പാലിച്ചിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണത്? പേഷ്യന്റിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാനും ഇൻഫെക്ഷൻ കൺട്രോൾ ഓക്കെ സുരഭി, കണ്ടിന്യൂ. അതിന്റെ സ്മൂത്ത് ഫംഗ്ഷനും വേണ്ടിയാണ് ഇത്തരം പോളിസീസ് കൊണ്ടുവരുന്നത്. OT പ്രവേശിക്കുന്ന എല്ലാ ആൾക്കാരും ഇത്തരം പോളിസീസ് ഉറപ്പായിട്ടും പാലിച്ചിരിക്കണം. അതിൽ ഫസ്റ്റ് പറയുന്നത് OT റൂം എൻ്റർ ചെയ്യണമെങ്കിൽ അതിന്റെ എന്താണെന്ന് പ്രോപ്പറായിട്ട് നമ്മൾ പറയുകയും അതിന് വേണ്ട ID ഷോ ചെയ്യുകയും ചെയ്യണം. സുരഭി വെയിറ്റ്, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? പോളിസി ടു എൻ്റർ ഇൻ ആൻ OT. പോളിസി ടു എൻ്റർ ഇൻ ആൻ OT. ഓക്കെ സുരഭി, കണ്ടിന്യൂ ചെയ്തോളൂ. എന്തൊക്കെ കാര്യങ്ങൾ? ഫസ്റ്റ് വന്ന് OT റൂമിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ എയിം എന്ന് കറക്റ്റായിട്ട് പറയുകയും അതിന് വേണ്ട ID ഷോ ചെയ്യുകയും ചെയ്യണം. സെക്കൻഡ്, എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എല്ലാവർക്കും ഇല്ല. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലെ സർജൻസിനും അനസ്തേഷ്യോളജിസ്റ്റും റേഡിയോളജിസ്റ്റും അവിടുത്തെ സ്റ്റാഫ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് പുറത്തുള്ള കയറണമെങ്കിൽ സപ്പോസ് ഒരു പുറത്തുള്ള ആൾക്കാർക്ക് കയറണമെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ട്രെയിനീസിനോ സ്റ്റുഡൻസിനോ ഒക്കെ കയറണമെങ്കിലാണ് അവരുടെ എന്താണ് എയിമെന്ന് കറക്റ്റായിട്ട് പറയുകയും വേണ്ട ID അവരെ ഉള്ള ID ഷോ ചെയ്യുകയും ചെയ്യും. സൂപ്പർവൈസേഴ്സിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും എന്താണ് മുൻകൂർ അനുമതി നേടിയിരിക്കണം. പ്രയർ അപ്രൂവൽ അവർ നേടിയിരിക്കണം. അതിനുശേഷം മാത്രമാണ് ഇത്തരം ആളുകളെ അകത്തേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുള്ളൂ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഓക്കെ സുരഭി, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ് പിന്നെന്താ പറയുന്നത്? പിന്നെ എന്ത് പോളിസിയാണ് ഹോസ്പിറ്റലിലുള്ള അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടത്? ആരെങ്കിലും ഒരാളെ മ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ജുവലറീസ് എല്ലാം റിമൂവ് ചെയ്യണം. എന്തോ? ജുവലറീസ് റിമൂവ് ചെയ്യണം. ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. നമ്മൾ 3 റീസൺസ് പഠിച്ചു. എന്തുകൊണ്ടാണ് ജ്വല്ലറീസ് റിമൂവ് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ് രേവതി എന്നല്ലേ? എന്തുകൊണ്ടാണ് ജ്വല്ലറീസ് റിമൂവ് ചെയ്യേണ്ടത്? നമ്മളൊരു 3 റീസൺസ് പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? ആർക്കെങ്കിലും പറയാവോ? ഫസ്റ്റ് റീസൺ എന്ന് പറയുമ്പം ഈ ജ്വല്ലറീസിൽ തന്നെ ജേംസ് ഉണ്ടാവും. അപ്പം അതിൽ നിന്നും ഇത് ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനാണ് ഫസ്റ്റ് റീസൺസ്. ആ ജേം ഫ്രീ ആക്കാൻ വേണ്ടിയാണ് ആ ജ്വല്ലറീസ് റിമൂവ് ചെയ്യുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുമ്പം നമുക്ക് ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈസി ആയിട്ട് ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടി അതൊന്നും കീറാതെയൊക്കെ ഗ്ലൗസ് പ്രോപ്പറായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. തേർഡ് റീസൺ എന്ന് പറയുമ്പോൾ മെറ്റാബോളിക് ജ്വല്ലേഴ്സ് കാണും. അതൊക്കെ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജ്വല്ലറീസ് റിമൂവ് ചെയ്യാൻ പറയുന്നത്. ജ്വല്ലറീസ് റിമൂവ് ചെയ്യാനായിട്ട് പറയുന്നത് ഇത്തരം റീസൺസ് കൊണ്ടാണ്. ഓക്കെ രേവതി, നെക്സ്റ്റ് പോയിന്റ് ഏതാ? സർജിക്കൽ ക്ലോത്ത്സ് വെയർ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്തായിരുന്നു അതിൽ പറയുന്നത്? എന്താ? ആർട്ടിഫിഷ്യൽ നെയിൽസ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ റൂമിൽ കയറാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ നെയിൽസോ അല്ലെങ്കിൽ ലോങ് നെയിൽസോ അല്ലെങ്കിൽ എന്താണ് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടോ നമുക്ക് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം നെയിൽ പോളിഷ് ഒന്നും ഇടരുതെന്ന് പറയാൻ കാരണം എന്താ? നെയിൽ പോളിഷ് കെമിക്കൽ റിയാക്ഷൻ്റെതാണ്. അതല്ലാതെ വേറൊരു കാരണം കൂടി നമ്മൾ പഠിച്ചു. എന്താണ്? ഇത്തരം ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷിനകത്ത് അല്ലെങ്കിൽ നെയിൽസിന്റെ താഴെയൊക്കെ എന്താണ് ജെംസ് ഉണ്ടാവാം, ബാക്ടീരിയാസ് ഉണ്ടാകാം. ഓക്കെ, അതിനെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നെയിൽ പോളിഷ് ഒക്കെ ആയിട്ട് ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് നഖവുമായിട്ട് നമ്മൾ അകത്ത് കയറിയാൽ അത് പേഷ്യൻസിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യാം. ജെംസുകൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചിപ്ഡ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. ഓക്കെ, നെയിൽ പോളിഷ് പാടില്ല, അല്ലെങ്കിൽ ലോങ് നെയിൽസ് പാടില്ല, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ?
ക്ലിയർ ആണ്. ഹാൻഡിലുള്ളതിനേക്കാൾ കൂടുതൽ ബാക്ടീരിയാസ് ഇത്തരം നെയിൽ പോളിഷിലായിക്കോട്ടെ ലോങ് നെയിൽസിന്റെ താഴെ ആയിക്കോട്ടെ ഉണ്ടാകും. ഓക്കെ. പിന്നെന്തായിരുന്നു നമ്മൾ കുറച്ച് സർജിക്കൽ ക്ലോത്ത്സുകൾ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? രേവതി മ്യൂട്ട് ചെയ്തോളൂ രേവതി. സ്ക്രബ് സ്യൂട്ട്. സ്ക്രബ് സ്യൂട്ടിന്റെ പ്രത്യേകത എന്താ? ടോപ്പ് ആൻഡ് പാന്റ് ആയിരിക്കണം. അതായത് സ്ക്രബ് സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റും ആയിരിക്കണം, അതേപോലെ തന്നെ ബ്രീത്തബിൾ മെറ്റീരിയലും ആയിരിക്കണം. പിന്നെ സ്ക്രബ് സ്യൂട്ടിന് മുകളിൽ വേറെ ചെയ്യണതാണ് ഗൗൺ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഡിസ്പോസബിൾ ഉണ്ട്, റീയൂസബിൾ ഉണ്ട്. പിന്നെ ഈ ഗൗണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആയിരിക്കും. അതായത് എന്തെങ്കിലും ബ്ലഡ് ഫ്ലൂയിഡോ ബ്ലഡ് എന്തെങ്കിലും മേത്തൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ എതിർക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ എന്ന് വെച്ചാല്. പിന്നെ ഫേസ് ഷീൽഡ് ഗൂഗിൾസും വേറെ ചെയ്തിരിക്കണം. അതായത് സർജറി ടൈമിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ മുഖത്തേക്കൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കണ്ണിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഫേസ് ഷീൽഡും ഗൂഗിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ മാസ്ക് യൂസ് ചെയ്യാം. അതായത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ജെം ഫ്രീ എൻവയോൺമെന്റിൽ സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻഹേൽ പ്രോബ്ലംസ് ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഉണ്ടാവും. അത് ഇൻഹേൽ സമയത്ത് അകത്തേക്ക് പോകാതിരിക്കാനും ഈ മാസ്ക് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഹെയർ ക്യാപ്സ്, അതായത് ഡാൻഡ്രഫ് ഹെയർ അതൊക്കെ ജെം ഫ്രീ എൻവയോൺമെന്റിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ ക്യാപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് ഷൂ കവേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഷൂ കവേഴ്സും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതും നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. പിന്നെന്തായിരുന്നു നെക്സ്റ്റ് എന്തായിരുന്നു പഠിച്ചത്? ഹാൻഡ് സ്ക്രബ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ഹാൻഡ് സ്ക്രബ്? ആരെങ്കിലും ഒരാളാണ്? ഓക്കെ സൂര്യ. ഹാൻഡ്സിലെ ബാക്ടീരിയ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മേഘനയാണോ? മേഘ. ഓക്കെ മേഘ കണ്ടിന്യൂ. എന്താണ് ഹാൻഡ് സ്ക്രബ് എന്ന് പറയുന്നത്? ഹാൻഡിലെ ബാക്ടീരിയാസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് തന്നെ ഹാൻഡ് സ്ക്രബ് എന്ന് പറയുന്നത്. ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഹാൻഡ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അതിൽ പറഞ്ഞത്? ഈ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണത്? എന്തൊക്കെയാണ് സൂര്യ? എന്തൊക്കെയായിരുന്നു? റിമൂവ് ഓൾ എല്ലാ ജ്വല്ലറിയും റിമൂവ് ചെയ്തിരിക്കണം. പിന്നെ ചെക്ക് ഹാൻഡ് വെദർ ദർ ഈസ് നെയിൽ ഷോർട്ട് ആയിട്ടുള്ളതോ ലോങ് ആയിട്ടുള്ള നെയിലോ അതുപോലെ നെയിൽ പോളിഷോ ഒക്കെ ഉണ്ടോന്ന് കയ്യിലുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ കൈ നന്നായി വാം വാട്ടർ ഉപയോഗിച്ച് 1 മിനിറ്റ് നന്നായി കഴുകണം. പിന്നെ സ്ക്രബിംഗ് മെത്തേഡ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ബ്രഷ് സ്ട്രോക്ക് മെത്തേഡും സ്റ്റെയിൻ മെത്തേഡും. അതായത് പ്രോപ്പർ വാഷിംഗ് ഓഫ് ഹാൻഡ്സ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിന് ശേഷമായിരിക്കണം, നമ്മൾ ഇത്രയും പ്രൊസീജിയേഴ്സിന് ശേഷം മാത്രമേ നമ്മൾ ഈ സ്റ്റെറൈൽ ചെയ്ത ഗ്ലൗസ് വെയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? അസെപ്റ്റിക് ടെക്നിക്സ് എന്തായിരുന്നു? അസെപ്റ്റിക് ടെക്നിക്സ് വേറെ ആരെങ്കിലും പറയൂ. എന്തായിരുന്നു അസെപ്റ്റിക് ടെക്നിക്? എന്തായിരുന്നു അസെപ്റ്റിക് ടെക്നിക്സ്? ഓക്കെ പറയൂ. Techniques is a method used to avoid contamination from infectious agents. മനസ്സിലായി. ബിനോയ്ക്ക് എന്താ മനസ്സിലായത് അതിൽ നിന്ന്? അത് പറയൂ. അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഈ അസെപ്റ്റിക് ഈ മൈക്രോ ഓർഗാനിസംസിനെ ഡിസീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചില മെത്തേഡ്സ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഹെൽത്ത് കെയർ സ്റ്റാഫ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് റൂമിനെ ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും പേഷ്യന്റിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയും ഒക്കെ ചില കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ചില മെത്തേഡുകൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്തരം മെത്തേഡുകളെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും 1-2 എക്സാമ്പിൾസ് പറയൂ ബിനോയ്. ഏതൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ്? ജെം ഫ്രീ എൻവയോൺമെന്റ്. ജെം ഫ്രീ എൻവയോൺമെന്റിന് വേണ്ടി അവർ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡുകൾ ഉണ്ട്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാ?
ഓൾ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. ഹാൻഡ് സ്ക്രബ് അതെ പറഞ്ഞു. മിസ്. പിന്നെന്താണ്, ഹാൻഡ് ഹൈജീൻ മസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു, പ്രോപ്പർ ആയിട്ട് ക്ലോത്ത്സ് വെയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ അവർ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ജെയിംസ് ഉണ്ടാക്കാൻ വേണ്ടി. ജെംസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ ഓപ്പറേറ്റിംഗ് റൂമിനെ ജെം ഫ്രീ ആയിട്ട് സ്റ്റെറിലി എൻവയോൺമെന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ എനിക്ക് വയ്യാതിരിക്കണോണ്ടാണ് ചെറിയ രീതിയിൽ സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ ബിനോയ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്തരം പോളിസികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Each operating room varies depending on the type of surgery being done. എല്ലാ ഓപ്പറേറ്റിംഗ് റൂമിലും സെയിം അതേ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അതേ സർജൻ തന്നെയാണോ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സർജറീസ് കണ്ടക്ട് ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഓരോ ഓപ്പറേറ്റിംഗ് റൂമും എങ്ങനെയാണ്, വ്യത്യസ്തമാണ്. ഓക്കെ, ഇപ്പോ ഏത് പേഷ്യന്റ് ആണോ, ഏത് സർജറി ആണോ ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ആണ് ആ റൂമിൽ വേണ്ടത്. അത് ചെയ്യേണ്ട സർജൻ ആണ് അവിടെ വേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് റൂമിൽ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? ദ ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂം ഷുഡ് ബി ഏബിൾ ടു റേസ്, ലോവർ ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. ഓപ്പറേറ്റിംഗ് ടേബിൾ, ആ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ആ ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയായിരിക്കണം? സെന്ററിലായിരിക്കണം ഓപ്പറേറ്റിംഗ് റൂം ടേബിൾ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ് ഈ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ പ്രത്യേകത എന്താണ്? അത് ഏത് ദിശയിലേക്കും ഉയർത്താനോ താഴ്ത്താനോ ചരിക്കാനോ കഴിയുന്നതായിരിക്കണം. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത്തരം ഓപ്പറേറ്റിംഗ് ടേബിൾസ് സെറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി ആയിരിക്കാം? പൊസിഷനിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? പൊസിഷനിങ്ങിന് വേണ്ടിയാണ്. അതായത് സർജറി ചെയ്യുന്ന പെർട്ടിക്കുലർ ഏരിയയിലോട്ട് ആക്സസ് ചെയ്യാനായിട്ട് വേണ്ടിയും, അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. നമ്മൾ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രമാണ് സർജറി ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ പേഷ്യന്റ് കിടക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഇത്തരം ടേബിൾസ് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് ആയിക്കോട്ടെ, എന്താണത് താഴ്ത്താനോ ഉയർത്താനോ അല്ലെങ്കിൽ ചരിക്കാനോ ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് ടേബിൾസ് ആണ് ഓപ്പറേറ്റിംഗ് റൂമിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ പൊസിഷനിങ്ങിന് വേണ്ടിയാണ്, മെയിൻ ആയിട്ട് പൊസിഷനിങ്ങിന് വേണ്ടിയാണ് ഇത്തരം ടേബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ, പൊസിഷനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെന്താണ്? നമ്മൾ ആ സർജറി ടൈമിൽ ആ സർജിക്കൽ ആക്സസിബിലിറ്റി വേണം. ഓക്കെ, ആ പെർട്ടിക്കുലർ ഏരിയ നമുക്ക് പ്രോപ്പർ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അതിന് പൊസിഷനിങ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താണ്? ഈ പ്രൊസീജിയറൽ എഫിഷ്യൻസി, നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഏരിയ കാണണം. എന്നാലാണ് എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് പ്രോപ്പർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓപ്പറേറ്റിംഗ് റൂമിലെ ഓപ്പറേറ്റിംഗ് ടേബിള് എന്നാൽ അഡ്ജസ്റ്റബിൾ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? പൊസിഷനിങ്ങിന് വേണ്ടിയാണ്. ആ പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് കിട്ടണം. ആ പേഷ്യന്റ് ആ പൊസിഷനിൽ കിടന്നാൽ മാത്രമാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് സർജിക്കൽ പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ദ ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് അലൗ ഫോർ ബ്രില്യന്റ് ഇലൂമിനേഷൻ വിത്തൗട്ട് ഷാഡോസ് ഇൻ ദ കേസ് ഓഫ് സർജറി. സർജറി റൂമിലെ ലാമ്പുകൾ നേരത്തെ പഠിച്ചു, എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു നമ്മള്. എങ്ങനെയായിരിക്കണം? എന്താണ്? നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റൂം ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂം എന്ന് പഠിച്ചു അല്ലേ. അപ്പോ ക്ലിയർ വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് അല്ലേ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ക്ലിയർ ആയിട്ടുള്ള വിസിബിലിറ്റി ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ സർജിക്കൽ ലൈറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം ലൈറ്റ്സ് ഹൈ ഇന്റൻസിറ്റി ഉള്ള ഫോക്കസ്ഡ് ലൈറ്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കണം അവിടെയുള്ള ലൈറ്റ് എന്ന് പറയുന്നത്? ഹൈ ഇന്റൻസിറ്റി ഉള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ഇത്തരം ലൈറ്റുകൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം? ഷാഡോ റെഡ്യൂസ് ചെയ്യാനുള്ള. ഇപ്പൊ നമുക്കറിയാം ആ റൂമിൽ എന്താണ്, സാധാരണ നമ്മുടെ വീടുകളിൽ തന്നെ ലൈറ്റിന്റെ താഴെ നമ്മൾ ഹാൻഡ് കാണിച്ച് എന്ത് പറ്റും? അതിന്റെ ഷാഡോ ഉണ്ടാവും അല്ലേ, ഉണ്ടാകില്ലേ? അപ്പൊ അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റൂമിൽ സാധാരണ ഒരു ബൾബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള എക്യുപ്മെന്റ്സിന്റെ ആയിക്കോട്ടെ അവിടെയുള്ള സ്റ്റാഫിന്റെ ഒക്കെ ഷാഡോസ് വരാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ സർജന്റെ ഫോക്കസ് ചിലപ്പോൾ തെറ്റിയേക്കാം.
അപ്പൊ ഇത്തരം ബൾബുകൾ, ഇലൂമിനേറ്റിംഗ് ബൾബ് എന്താണ് പ്രത്യേകത? ഇത്തരം ബൾബുകൾ, ഓപ്പറേറ്റിംഗ് റൂമിൽ യൂസ് ചെയ്യുന്ന ഇത്തരം ബൾബുകൾ എന്താണ്, ഷാഡോയെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിഴലുകളെ കുറക്കുന്നുണ്ട്. അപ്പൊ സർജൻ എന്താണ്, പ്രോപ്പർ ആയിട്ട് ആ ഫോക്കസ്ഡ് ഏരിയയിൽ എന്താണ് സർജറി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഫോക്കസ് ഏരിയ മാത്രം പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ ആയിട്ടുള്ള വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരം ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ മറ്റൊരു പ്രത്യേകത? ഷാഡോയെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, നിഴലുകൾ കുറക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഏതാ? Patient will be linked to different monitors that keep track of vital signs. Okay, these consist of your heart rate and blood pressure. നമ്മൾ പഠിച്ചു പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു പേഷ്യന്റ് മോണിറ്റേഴ്സ്? എന്തായിരുന്നു പേഷ്യന്റ് മോണിറ്റേഴ്സ്? ആർക്കെങ്കിലും പറയാവോ? പേഷ്യൻസിന്റെ ECG മറ്റു വേരിയേഷൻസും ബ്ലഡ് പ്രഷറൊക്കെ അറിയാൻ പറ്റുന്ന നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു പറഞ്ഞല്ലേ, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു അല്ലേ? അപ്പൊ ഈ സർജറി ടൈമിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അല്ലെ, അവരുടെ വൈറ്റൽ സയൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഹാർട്ട് റേറ്റ് കാണിക്കും അതിൽ അല്ലെ. ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞ എന്താ, ഹൗ ഫാസ്റ്റ്, എത്ര ഫാസ്റ്റിലാണ് ആ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ BP കാണിക്കും. ഓക്കെ, എത്രയാണെന്നൊക്കെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇതിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ്? അപ്പൊ മെഡിക്കേഷൻ മൂലമോ അല്ലെങ്കിൽ മെഡിക്കേഷന്റെ റിയാക്ഷൻ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ എന്താണ്, ഈ അബ്നോർമൽ റേറ്റ്സുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഓക്കെ, സാധാരണ നോർമൽ ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർട്ട് എന്തെങ്കിലും റിയാക്ഷൻ മൂലമോ അല്ലെങ്കിൽ സ്ട്രെസ്സുകൾ മൂലമോ അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്തരം അബ്നോർമൽ റേറ്റ്സ് അപ്പൊ ഈ അബ്നോർമൽ റേറ്റ്സ് നമുക്ക് മോണിറ്റർ ചെയ്താൽ എന്താണ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഏർലി ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇത്തരം കോംപ്ലിക്കേഷൻസുകൾ നമുക്ക് ഈ വൈറ്റൽ സയൻസ് സിഗ്നൽസ് മോണിറ്റർ ചെയ്യുന്നതിലൂടെ എന്താണ്, ഏർലി ഡിറ്റക്ട് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് മെയിൻലി നമ്മളിങ്ങനെ വൈറ്റൽ സയൻസ് എന്നാണ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? A ventilator or breathing machine stands close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. Okay, ഈ വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസിന്റെ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ? അനസ്തേഷ്യ ടൈമിൽ. ഓക്കെ, ജനറൽ അനസ്തേഷ്യ. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനസ്തേഷ്യ ഉണ്ട്. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന ടൈമിൽ ആ പേഷ്യൻസ് എങ്ങനെയാണ്, അൺകോൺഷ്യസ് ആണ്, അവർക്ക് ബോധമുണ്ടായിരിക്കില്ല. ഈ പെയിൻ ഉണ്ടാകില്ല, പക്ഷെ എന്താണ്, അൺകോൺഷ്യസും ആയിരിക്കും അവര്. ഇത്തരം സിറ്റുവേഷൻസിൽ അവർക്ക് തനിയെ ബ്രീത്ത് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ഇത്തരം വെന്റിലേറ്ററിന്റെയോ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസിന്റെയോ ഹെൽപ്പോട് കൂടിയാണ് അവര് ബ്രീത്ത് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇപ്പോ എല്ലാ സർജറിക്കും അല്ലട്ടെ, കോംപ്ലക്സ് ആയിട്ടുള്ള മേജർ സർജറീസ് ഉണ്ടല്ലോ, ഇപ്പൊ കാർഡിയാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ എന്താണ് ബ്രെയിൻ സർജറി, ഇതേപോലുള്ള മേജർ സർജറീസിന്റെ ടൈമിലാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ അത്തരം പേഷ്യൻസിന് എന്താണ്, അവർ അൺകോൺഷ്യസ് ആയിരിക്കും, അവർക്ക് തനിയെ എന്താണ് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണ്ടിയാണ് ഇത്തരം ബ്രീത്തിങ് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നമുക്ക് ഡെലിവറി ടൈമിലേക്ക് അനസ്തേഷ്യ നൽകാറുണ്ട് അല്ലേ? അതെങ്ങനെയാണ്, നമ്മൾ കോൺഷ്യസ് ആണ് ആ ടൈമിൽ അല്ലെ, എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ്, പെയിൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിന് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. പക്ഷെ ജനറൽ അനസ്തേഷ്യ ആണെങ്കിൽ ആ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും, അതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് സ്വയം ബ്രീത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലാണ് ഈ ബ്രീത്തിങ് മെഷീൻസിന്റെ ഉപയോഗം വരുന്നത് അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ സഹായം തേടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ എങ്ങനെയാണ് ജെം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി? സർജറിയുടെ ടൈമിൽ എങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, എങ്ങനത്തെ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്? സ്റ്റെറിലൈസ് ചെയ്ത സ്റ്റെറിലൈസ് ചെയ്ത അല്ലെങ്കിൽ ജെം ഫ്രീ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ദെൻ
A diathermy machines to control bleeding usually is present. Diathermy machine എന്ന് പറഞ്ഞ എന്താണ്? ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇത്തരം മെഷീൻസിലൂടെ ഇപ്പൊ നമ്മുടെ ടിഷ്യൂ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സർജറി ടൈംസിൽ ടിഷ്യൂ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് കട്ട പിടിക്കുന്നതിനും അല്ലെങ്കിൽ ബ്ലീഡിങ് കുറക്കുന്നതിനും മെയിൻലി ബ്ലീഡിങ് കുറക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡയാതെർമി മെഷീൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഡയാതെർമി മെഷീൻസ് യൂസ് ചെയ്ത് ചെറിയ ഒരു മുറിവാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചെറിയ മുറിവ് ഉണ്ടാക്കുന്നതിലൂടെ അധികം ബ്ലഡ് എന്താണ് നഷ്ടപ്പെടുന്നില്ല. ക്ലിയർ ആണോ? ബ്ലീഡിങ് കുറക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഡയാതെർമി മെഷീൻസ് യൂസ് ചെയ്യുന്നത്. Then if the surgery requires it a heart lung machines to other specialized tool may be brought into the room. Okay, അപ്പോ കാർഡിയാക് സർജറി ആണെങ്കിൽ നമുക്കറിയാം ഓപ്പറേറ്റിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഡിഫറെന്റ് സർജറീസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ആണ് ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ സർജറി ടൈമിൽ ആ ഹാർട്ടിന്റെയോ അല്ലെങ്കിൽ ലങ്സിന്റെയോ ഒക്കെ സർജറി ആണെങ്കിൽ ഒരു ചെറിയ സമയത്തേക്ക് ആ ടൈമിൽ ഇത്തരം സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് ലങ്സ് മെഷീൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? അവർ ഏറ്റെടുക്കുന്നത് അത്രയും സമയം ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഫങ്ഷൻസ് താൽക്കാലികമായിട്ട് ഏറ്റെടുക്കുന്നത് ഇത്തരം ഹാർട്ട് ലങ്സ് മെഷീൻ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതിനെയാണ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ മറ്റ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന മറ്റ് പല സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഏതൊക്കെയായിരുന്നു? ഒന്നാണ് ഹാർട്ട് ലങ്സ് ടൂൾസ്. ഓക്കെ, ഹാർട്ടിന്റെയും ലങ്സിന്റെയും പ്രവർത്തനം താൽക്കാലികമായിട്ട് ഏറ്റെടുക്കുന്നത് ഇത്തരം മെഷീൻസ് ആണ്. പിന്നെ ഏതാണ്? പിന്നെ എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്? റെസ്പിറേറ്ററി റെസ്പിറേറ്ററി ഉണ്ട്. ഓക്കെ, പിന്നെ സർജിക്കൽ മൈക്രോസ്കോപ്പ്. വെരി ഗുഡ്, സർജിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സർജിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? സക്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ്സ് ഉണ്ട്. എക്സ്റേ ഒക്കെ ഉണ്ട്. ഓക്കെ, സക്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അതെന്താണ്? നമുക്കറിയാം ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ആ സർജറി ടൈമിൽ സ്പ്രെഡ് ആകാറുണ്ട്. അപ്പൊ സർജൻ അത് ആ ഏരിയ പ്രോപ്പർ ആയിട്ട് വിസിബിൾ ആകില്ല. അപ്പൊ വിസിബിലിറ്റിക്ക് വേണ്ടി അത്തരം ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ ബ്ലഡ് ആയിക്കോട്ടെ അവിടെ നിന്നും റിമൂവ് ചെയ്യും. അതിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഓപ്പറേറ്റിംഗ് റൂമിൽ ആവശ്യമാണ്. ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് വൺ നോക്കൂ. The operating room will likely be cold to reduce bacterial growth. അപ്പൊ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെ ആയിരിക്കണം? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. കോൾഡ് ആയിരിക്കണം, എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം, കൂൾ ആയിരിക്കണം ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ്? ഇത്തരം സിറ്റുവേഷൻസിൽ ബാക്ടീരിയാസിനോ ജെംസിനോ എന്താണ് സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രോത്ത് ചെയ്യാനോ കഴിയില്ല. അവരെങ്ങനെയായിരിക്കും? ഇനാക്റ്റീവ് ആയിരിക്കും. ഇത്തരം സിറ്റുവേഷൻസിൽ അവർ ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ മറ്റ് പേഷ്യൻസിലേക്ക് സ്പ്രെഡ് ആകുന്നില്ല, ഇത്തരം ജെംസുകളെ സ്പ്രെഡ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല ഇത്തരം കണ്ടീഷൻസ്, എയർ കണ്ടീഷൻഡ് റൂം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്? ഈ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ പ്രത്യേകത പഠിച്ചു. എങ്ങനെയാണ് സൂര്യ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ പ്രത്യേകത എന്താ? ഓപ്പറേറ്റിംഗ് ടേബിൾ റൂമിന്റെ സെന്ററിലായിരിക്കണം. അത് പ്രോപ്പർ പേഷ്യന്റിന്റെ പ്രോപ്പർ പൊസിഷനിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റിക്കും വേണ്ടി. ടേബിൾ എങ്ങനെയായിരിക്കണം? അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. ഏത് ദിശയിലേക്കും ഉയർത്താനോ താഴ്ത്താനോ കഴിയുന്ന തരത്തിലുള്ള അഡ്ജസ്റ്റബിൾ ടേബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. പിന്നെന്തായിരുന്നു പഠിച്ചത്? അവിടുത്തെ ലാമ്പിന്റെ പ്രത്യേകത പഠിച്ചു. എങ്ങനെയുള്ള ലാമ്പ് ആയിരിക്കണം? ഷേഡില്ലാത്ത പോലത്തെ. ഫെമി കണ്ടിന്യൂ. ഫെമി, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഫെമി. ഓപ്പറേറ്റിംഗ് റൂംസ് ബ്രില്യന്റ് ഇലുമിനേഷൻ ആയിരിക്കണം. അതുപോലെ ഫോക്കസ്ഡ് ലൈറ്റ്, ഇന്റൻസിറ്റി ആയിരിക്കണം. ഹൈ ഇന്റൻസിറ്റി ഉള്ള ഫോക്കസ്ഡ് ലൈറ്റ് ആയിരിക്കണം. പിന്നെന്താ ഒരു പ്രത്യേകത കൂടി പഠിച്ചല്ലോ, എന്താണ്? ഷാഡോസ് ഉണ്ടാവാൻ പാടില്ല തരത്തിലുള്ള ലൈറ്റ് ആയിരിക്കണം. ഓക്കെ ഫെമി. നെക്സ്റ്റ് പിന്നെന്തായിരുന്നു? പേഷ്യന്റ് മോണിറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. എന്തായിരുന്നു? ജിദ്ദു.
എന്തായിരുന്നു പേഷ്യന്റ് മോണിറ്റേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? എൽമ പറയാവോ, എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് പേഷ്യന്റ് മോണിറ്റേഴ്സിന്റെ പ്രത്യേകതകൾ? എന്തിനു വേണ്ടിയാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ആരെങ്കിലും പറയൂ, എന്തിനു വേണ്ടിയാണ്? അബ്നോർമൽ ആയിട്ടുള്ള റേറ്റ്സ് ഒക്കെ സർജറി ടൈമിൽ പേഷ്യന്റ് ഉണ്ടാകുന്ന അബ്നോർമൽ റേറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ, അതായത് ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ എക്കോ, അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡിഫറെന്റ് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് എന്താ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, പിന്നെന്തായിരുന്നു വെന്റിലേറ്ററിന്റെ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീന്റെ ഇമ്പോർട്ടന്റ് എന്താണ് അഞ്ജിത? അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ജനറൽ അനസ്തേഷ്യയിലൊക്കെ പേഷ്യന്റ് അൺകോൺഷ്യസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുള്ള ഓക്സിജനും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള വെന്റിലേറ്റർ, ബ്രീത്തിങ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത് ജെം ഫ്രീ ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്തായിരുന്നു അതില്? ഓക്കെ, ആരാ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അയാൾ പറയൂ, ആരാ? ഇൻഫെക്ഷൻസ് തടയാനായിട്ട് സർജറി സമയത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ജെം ഫ്രീ ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ ഡയാറ്റമി മെഷീന്റെ പ്രത്യേകത എന്താ? ഡയാറ്റമി മെഷീൻ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഡയാറ്റമിക് മെഷീൻ. ഡയാറ്റമി മെഷീനിലൂടെ മെഷീൻ യൂസ് ചെയ്ത് കട്ട് ചെയ്താൽ എന്താണ്, ഒരു ഇൻസെഷൻ ഉണ്ടാക്കിയാൽ അതിലൂടെ വലിയ അധികം ബ്ലഡ് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഡയാറ്റമി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്പെഷ്യലൈസ്ഡ് ടൂൾസിന്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് സുരഭി? ഏതൊക്കെയായിരുന്നു? ഹാർട്സിന്റെയോ ലെൻസിന്റെയോ ഒക്കെ സർജറി നടക്കുമ്പോൾ അതൊക്കെ താൽക്കാലികമായി ഇപ്പം സർജറി നടക്കുന്ന സമയത്ത് അതിന്റെയൊക്കെ ആർട്ടിഫിഷ്യൽ ഫങ്ഷൻ നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ്. ഹാർട്ട് ലെൻസ് മെഷീൻസ് ഉണ്ട്. പിന്നെ ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? സർജിക്കൽ മൈക്രോസ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? സർജിക്കൽ മൈക്രോസ്കോപ്പ് ഉണ്ട്. പിന്നെന്തായിരുന്നു? സക്ഷൻ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഏരിയയിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സക്ഷൻ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ റൂം എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറഞ്ഞു. ഗ്രോത്ത് ജെംസ് എന്താണ് ഗ്രോത്ത് ചെയ്യാതിരിക്കാനും സ്പ്രെഡ് ചെയ്യാതിരിക്കാനും തടയുന്നതിന് വേണ്ടി ആ റൂം എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻഡ് ചെയ്ത റൂം ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? താങ്ക് യു. ഓക്കെ, ബൈ.